കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സോഷ്യൽ മീഡിയ ഒരു നിർണായക ശക്തിയായി മാറിയിട്ട് കാലമേറെയായി. എന്നാൽ ഒരു ജനപ്രതിനിധി ഔദ്യോഗിക പ്രചാരണ വേദികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ അതേ സോഷ്യൽ മീഡിയയെ തന്റെ നിലനിൽപ്പിനും രാഷ്ട്രീയ പോരാട്ടത്തിനുമുള്ള ഏക ആയുധമാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ച വീഡിയോ പോഡ്കാസ്റ്റ് പരമ്പര കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചാ വിഷയത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ലൈംഗിക അതിക്രമ കേസുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാരണം പാർട്ടി അദ്ദേഹത്തിന്റെ സ്റ്റേജുകൾ നിഷേധിച്ചപ്പോൾ സ്വന്തം അക്കൗണ്ടുകളിലൂടെ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാനാണ് രാഹുൽ തീരുമാനിച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മികച്ച പ്രസംഗകരിൽ ഒരാളായി അറിയപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ പ്രധാന പ്രചാരകനായിരുന്നു. എന്നാൽ ഇത്തവണത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. കേസുകളിൽ പ്രതിയായതോടെ പാർട്ടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഈ പ്രതിസന്ധി ഒരു അവസരമാക്കി മാറ്റാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. തന്റെ ആദ്യ വീഡിയോയിൽ അദ്ദേഹം ലക്ഷ്യം വെച്ചത് കേരളത്തിലെ ഭരണകക്ഷിയായ CPM-നെയും തീവ്ര സ്വഭാവമുള്ള സംഘടനയായ SDPI-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തന്റെ വൻ ഭൂരിപക്ഷത്തെ മുൻനിർത്തി മതേതരത്വത്തിന്റെ കാവൽക്കാരനായി സ്വയം അവതരിപ്പിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. പാലക്കാട് നിങ്ങളൊക്കെ ചെങ്ങായിമാർ ആയിരുന്നില്ലേ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിഹാസത്തിന് കൃത്യമായി മറുപടി നൽകാനാണ് ഈ പോഡ്കാസ്റ്റ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 18,840 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച തനിക്ക് ഏതെങ്കിലും വർഗീയ സംഘടനയുടെ പിന്തുണ ആവശ്യമുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് രാഹുൽ ഉയർത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: SDPI-യുടെ വോട്ട് എനിക്ക് വേണമെന്ന് പറയുന്ന ഒരൊറ്റ വീഡിയോയോ ഏതെങ്കിലും ഒരു ബൈറ്റോ കാണിച്ചു തരാനുണ്ടോ? വർഗീയമായി ചിന്തിക്കുന്ന ഒരൊറ്റ മനുഷ്യന്റെ പോലും വോട്ട് എനിക്ക് വേണ്ട. ഈ നിലപാട് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ മൂലധനമാണ്. SDPI പോലുള്ള ഈ സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന് പരസ്യമായി പറയാൻ കോൺഗ്രസിന് കരുത്തുണ്ടെന്നും എന്നാൽ CPM അത്തരം വോട്ടുകൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പാലക്കാട്ടെ ജനങ്ങൾ തന്നെ വിജയിപ്പിച്ച് തന്റെ ഈ ഉറച്ച മതേതര നിലപാടിനോടുള്ള അംഗീകാരമായാണ് അദ്ദേഹം കാണുന്നത്. മന്ത്രി V. ശിവൻകുട്ടിക്കെതിരെ രാഹുൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിക്കുമ്പോൾ ഇന്ന ആൾക്കാർക്ക് മാത്രം വോട്ട് ചെയ്താൽ മതിയെന്ന് പറയാൻ പറ്റുമോ എന്ന ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ രാഹുൽ നിശിതമായി വിമർശിക്കുന്നു. SDPI നേതാക്കളോട് വോട്ട് ചോദിച്ചതായി ആരോപിക്കപ്പെടുന്ന ശിവൻകുട്ടിയുടെ നിലപാട് CPM-ന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. താൻ വോട്ട് ചോദിച്ചതിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ തെളിവ് നിരത്താൻ CPM-ന് കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വോട്ട് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്ന CPM വാദം യഥാർത്ഥത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് രാഷ്ട്രീയ മാന്യത നൽകാനാണെന്ന രാഹുലിന്റെ പക്ഷം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ CPM-ന് ഭയമാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. മുൻ ധനമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക്കിനെതിരെയാണ് രാഹുലിന്റെ അടുത്ത അമ്പ്. ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. 2021 ഡിസംബറിൽ ഷാൻ എന്ന SDPI പ്രവർത്തകന്റെയും രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന RSS പ്രവർത്തകന്റെയും കൊലപാതകങ്ങൾ കേരളത്തെ നടുക്കിയ സംഭവങ്ങളായിരുന്നു. ഈ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ നയത്തെ ആര് പിന്താങ്ങിയാലും ആ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്ന് തോമസ് ഐസക് പറയുന്നത് അത്യധികം അപകടകരമാണെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. SDPIക്ക് വലിയ സ്വാധീനമുള്ള ആലപ്പുഴയിൽ അവർക്ക് രാഷ്ട്രീയമായ അംഗീകാരം നൽകുന്നതിലൂടെ CPM വലിയൊരു ചതിയാണ് മതേതര കേരളത്തോട് ചെയ്യുന്നത്. CPM SDPI ബന്ധം മാത്രമല്ല, CPM RSS ചെങ്ങാത്തത്തെക്കുറിച്ചും താൻ സംസാരിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ CPM അധികാരത്തിൽ തുടരാൻ BJP-യുമായും SDPI-യുമായി രഹസ്യ ധാരണകൾ ഉണ്ടാകുന്നു എന്ന കോൺഗ്രസ് ആരോപണത്തിന് മൂർച്ച കൂട്ടാനാണ് രാഹുലിന്റെ നീക്കം. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകളുമായി താൻ വരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പോഡ്കാസ്റ്റ് പരമ്പര കേവലം CPM-നെ ആക്രമിക്കാൻ മാത്രമുള്ളതല്ല, മറിച്ച് കോൺഗ്രസിനുള്ളിൽ തനിക്കുള്ള സ്ഥാനം ഉറപ്പിക്കാനും രാഹുൽ ലക്ഷ്യമിടുന്നു. പാർട്ടി വേദികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടാലും ജനങ്ങൾക്കിടയിൽ താൻ ഇപ്പോഴും സജീവമാണെന്ന് തെളിയിക്കുകയാണ് ഇതിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ ചില പ്രധാന മാറ്റങ്ങൾക്കും കാരണമായേക്കാം. വലിയ റാലികളെക്കാൾ സ്വാധീനം ചെലുത്താൻ ഇത്തരം വീഡിയോകൾക്ക് കഴിയുമെന്ന് രാഹുൽ തെളിയിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ യുവതലമുറയെ ആകർഷിക്കാൻ രാഹുലിന്റെ ശൈലിക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരം ആരോപണങ്ങൾ ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോൾ CPM നേതൃത്വത്തിന് മറുപടി നൽകേണ്ടി വരുന്നു. ഇത് പ്രചാരണത്തിന്റെ ഗതി മാറ്റാൻ ഇടയാക്കും. രാഹുലിന്റെ വ്യക്തിഗത നീക്കം കോൺഗ്രസ് നേതൃത്വം എങ്ങനെ കാണുന്നു എന്നതും നിർണായകമാണ്. ഔദ്യോഗികമായി മാറ്റി നിർത്തുമ്പോഴും അദ്ദേഹത്തിന്റെ വാദങ്ങൾ പാർട്ടിയുടെ പൊതു നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നവയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾ കേരളത്തിലെ മതേതര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വർഗീയ വോട്ടുകളോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം എത്രത്തോളം സത്യസന്ധമാണെന്ന ചോദ്യം വോട്ടർമാർക്കിടയിൽ സജീവമാക്കാൻ ഈ പോഡ്കാസ്റ്റിന് സാധിച്ചു. RSS CPM ബന്ധത്തെക്കുറിച്ചുള്ള അടുത്ത വെളിപ്പെടുത്തലുകൾക്കായി രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുകയാണ്. തോക്കുകൾക്ക് പകരം വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഈ പുതിയ കാലത്ത് രാഹുലിന്റെ ഡിജിറ്റൽ പോരാട്ടം എത്രത്തോളം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ജനാധിപത്യം അതിന്റെ എല്ലാ വൈവിധ്യങ്ങളോടും കൂടി ഡിജിറ്റൽ സ്പേസിലും സജീവമാകുന്നു എന്നതിന്റെ തെളിവാണ് ഈ മാറ്റങ്ങൾ.